റോമാലേഖനം 11 അധ്യായം 36 വാക്യം. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കും ആകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം. ആമേൻ. റോമാലേഖനം 11 അധ്യായം 36 വാക്യം ദൈവത്തിൻ്റെ പരമാധികാരത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ ഒരു സ്തുതിപ്പാണ്. ഇതിൻ്റെ അർത്ഥം താഴെ പറയുന്ന രീതിയിൽ മനസ്സിലാക്കാം. ഈ വചനം പഴയ നിയമത്തിലെ ഒരു പ്രത്യേക വാക്യത്തിൻ്റെ നേരിട്ടുള്ള ഉദ്ധരണിയല്ല, മറിച്ച് പല ഭാഗങ്ങളുടെയും ആകെത്തുകയാണ്. സങ്കീർത്തനം 24:1. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സകലത്തിന്മേലുമുള്ള ദൈവത്തിൻ്റെ ഉടമസ്ഥാവകാശം ഇവിടെ കാണാം. 1 ദിനവൃത്താന്തം 29 അധ്യായം 11 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ദാവീദ് രാജാവിൻ്റെ പ്രാർത്ഥനയിൽ ആകാശത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ, സകലത്തെയും ഭരിക്കുന്നത് നീയാകുന്നു എന്ന് പറയുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം 9 അധ്യായം 6 വാക്യത്തിൽ അങ്ങ് ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി പരിരക്ഷിക്കുന്നു എന്ന ആശയം അവിടെ കാണാനായിട്ട് കഴിയും. വിശുദ്ധ പൗലോസ് ഈ വചനം ഇവിടെ എഴുതുവാൻ കാരണം എന്താണ്? റോമാലേഖനം 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ രക്ഷാചരിത്രത്തെക്കുറിച്ചും യഹൂദന്മാരുടെയും ജനതകളുടെയും തിരഞ്ഞെടുപ്പിനെക്കുറിച്ചും വിശുദ്ധ പൗലോസ് ഗഹനമായി ചർച്ച ചെയ്യുന്നു. ദൈവത്തിൻ്റെ ആഴമായ ജ്ഞാനവും അവിടുത്തെ വഴികളുടെ അഗോചരതയും വിവരിച്ചു കഴിയുമ്പോൾ അതിശയിച്ചു പോകുന്ന പൗലോസ് എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ മഹത്വപ്പെടുത്താനാണ് ഈ വചനത്തോടെ ആ ഭാഗം അവസാനിപ്പിക്കുന്നത്. ബുദ്ധി കൊണ്ട് അളക്കാൻ കഴിയാത്ത ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് മുന്നിൽ ആരാധനയോടെ നിൽക്കുകയാണ് പൗലോസ്. ഈ വാക്യത്തിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ചില സത്യങ്ങൾ. 1. പ്രപഞ്ചത്തിലെ സകല ജീവന്റെയും വസ്തുക്കളുടെയും ആദികാരണവും ഉറവിടവും ദൈവമാണ്. 2. ദൈവം സകലത്തെയും സൃഷ്ടിക്കുക മാത്രമല്ല, തന്റെ ശക്തിയാൽ അവയെ ഓരോ നിമിഷവും നിലനിർത്തുകയും ചെയ്യുന്നു. 3. പ്രപഞ്ചത്തിലെ സകല കാര്യങ്ങളും ദൈവത്തിന്റെ മഹത്വത്തിനായി അവനിലേക്ക് തന്നെ തിരിച്ചു ചെല്ലുന്നു. സകലത്തിൻ്റെയും അന്ത്യലക്ഷ്യം ദൈവമാണ്. 4. നമ്മുടെ ജീവിതവും കഴിവുകളും നേട്ടങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണെന്നും അത് അവനുള്ളതാണെന്നും ഉള്ള എളിമ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ, പ്രപഞ്ചം തുടങ്ങുന്നതും നിലനിൽക്കുന്നതും അവസാനിക്കുന്നതും ദൈവത്തിൽ ആണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണം എന്ന വലിയ സത്യമാണ് പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവം ഇന്ന് ഈ വചനത്താൽ നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.